പ്രതിസന്ധികൾ മനുഷ്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതാണെങ്കിലും അവയിൽ മനം നൊന്ത് കഴിയണോ എന്നത് നമ്മുടെ തീരുമാനം അനുസരിച്ചാകുന്നു. ദൈവമക്കൾ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളും ദൈവത്തിൻ്റെ അറിവോടും അനുവാദത്തോടും ആകുന്നു എന്നത് ഏറെ ആശ്വാസം നൽകുന്നതാണ്. മനുഷ്യ ചരിത്രത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള കവിതകളിൽ വെച്ച് ഏറ്റവും മഹത്തായ ഒന്നത്രേ ഇയ്യോബിൻ്റെ പുസ്തകം എന്ന് നാം ഈ പഠനം ആരംഭിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ. 3 രംഗങ്ങളുള്ള ഒരു നാടകം പോലെയാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. വേദനിച്ചിരിക്കുന്ന ഒരു ഹൃദയത്തിന് നൽകുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന ദൂത് അവതരിപ്പിക്കുന്ന വിധം എത്ര ഹൃദ്യമാണില്ലേ. ആദ്യ രംഗം ആരംഭിക്കുന്നത് ദൈവവും സാത്താനും നടത്തുന്ന ഒരു ചർച്ചയോടുകൂടിയാകുന്നു. നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം. ഇയ്യോബ് നല്ലവൻ ആയിരിക്കുന്നതിൻ്റെ പിൻപിലെ ലക്ഷ്യത്തെയാണ് സാത്താൻ ചോദ്യം ചെയ്യുന്നത്. സാത്താൻ്റെ ഈ വെല്ലുവിളിയോട് ദൈവം പ്രതികരിക്കുന്നത് അനുവദനീയമായ ദൈവഹിതത്തിലൂടെയാകുന്നു. ഇയ്യോബിനുള്ള സകലതും, അവൻ്റെ 10 മക്കളെപ്പോലും അവനിൽ നിന്നും എടുത്തു മാറ്റുക വഴി താൻ വെച്ച പരിധിക്കുള്ളിൽ ദോഷം പ്രവർത്തിക്കുവാൻ ദൈവം സാത്താനെ അനുവദിക്കുന്നു. ഇയ്യോബ് നീതിമാനായിരിക്കുന്നത് ദൈവം അവനെ ആവശ്യത്തിലധികം അനുഗ്രഹിച്ചതിനാലാകുന്നു എന്ന് സാത്താൻ ദൈവത്തെ കുറ്റപ്പെടുത്തുന്നു. ഇയ്യോബിനുള്ള സമ്പത്തെല്ലാം എടുത്തു മാറ്റുവാൻ സാത്താനെ അനുവദിച്ചാൽ ഇയ്യോബ് ദൈവത്തെ ശപിക്കും എന്ന് സാത്താൻ ഉറപ്പിച്ചു പറഞ്ഞു. ദൈവത്തിൻ്റെ അനുവദനീയമായ ഹിതത്താലും സാത്താൻ്റെ വക്രതയാലും ഇയ്യോബിന് സകലവും നഷ്ടമായി. ഇയ്യോബിനുണ്ടായ നഷ്ടം അവനെ അതിദുഃഖത്തിലാക്കിയെങ്കിലും അവൻ്റെ കഷ്ടത്തിൽ അവൻ ദൈവത്തെ ശപിക്കുകയോ മറുത്ത് സംസാരിക്കുകയോ ചെയ്യുന്നില്ല. അവൻ പറഞ്ഞത് അവൻ്റെ കൈവശം ഉണ്ടായതെല്ലാം ദൈവം തന്നത് മാത്രമാകുന്നു, അത് മുറുകെ പിടിക്കേണ്ട കാര്യം തനിക്കില്ല. തൻ്റെ കൈകളിൽ വെച്ചപ്പോൾ അതെല്ലാം ദൈവത്തിൻ്റേതായിരുന്നു. എപ്പോൾ വേണമെങ്കിലും അതെല്ലാം ഉടമസ്ഥനെടുക്കുവാൻ അധികാരമുണ്ടല്ലോ എന്ന്. തനിക്കുണ്ടായ പ്രഥമ പരീക്ഷ മനോഹരമായി ഇയ്യോബ് തരണം ചെയ്തു. ഇയ്യോബ് നീതിമാനായിരിക്കുന്നതിൻ്റെ പിൻപിലെ ലക്ഷ്യം സാത്താൻ വീണ്ടും ചോദ്യം ചെയ്യുന്നു. അവൻ്റെ ശരീരത്തിൽ തൊട്ടാൽ അന്നേരം അവൻ ദൈവത്തെ ശപിച്ച് തൻ്റെ തനി നിറം കാണിക്കുമെന്ന് സാത്താൻ വാദിക്കുന്നു. വീണ്ടും ദൈവം സാത്താനെ അതിനനുവദിക്കുന്നു. ഇയ്യോബിനെ എത്രമാത്രം പീഡിപ്പിക്കാമോ അത്രമാത്രം പീഡിപ്പിക്കുവാൻ ദൈവം സാത്താനെ അനുവദിച്ചു ശാരീരികമായി. അങ്ങനെ ഇയ്യോബ് ഭയാനകമായ ഒരു രോഗം ബാധിച്ചവനായി. ആദ്യത്തെ പരീക്ഷയെ നേരിട്ടതുപോലെ ഇയ്യോബ് ഈ രണ്ടാമത്തെ പരീക്ഷയെ വിജയകരമായി നേരിടുന്നില്ല എന്ന് നാം കാണുന്നു. ദൈവത്തെ ശപിച്ചിട്ട് പോയി മരിക്കുവാൻ അവൻ്റെ ഭാര്യ പോലും അവനോട് പറഞ്ഞു. അതിന് അവൻ്റെ മറുപടി, ഒരു നീതിമാനായിരിക്കുന്നതിനാൽ ദൈവത്തിൽ നിന്നും എന്ത് പ്രതീക്ഷിക്കാമെന്നാണ് നീ പറയുന്നത് എന്നത്രേ. ഇയ്യോബ് തൻ്റെ ഭാര്യയോട് ചോദിക്കുന്ന ഈ ചോദ്യത്തിനുള്ള ഉത്തരമാകുന്നു ഇയ്യോബിൻ്റെ പുസ്തകത്തിൻ്റെ സിംഹഭാഗവും കൈകാര്യം ചെയ്യുന്നത്. ആദ്യത്തെ രംഗം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ അവൻ്റെ 3 സ്നേഹിതന്മാർ അവൻ്റെ സ്ഥിതി മനസ്സിലാക്കി അവൻ്റെ അടുത്തേക്ക് വരുന്നത് നാം കാണുന്നു. എലീഫസ്, ബിൽദാദ്, സോഫർ. എലീഫസ് അവകാശപ്പെട്ടത് അവന് ദൈവത്തിങ്കൽ നിന്നും നേരിട്ട് ചില ദർശനങ്ങൾ ലഭിച്ചു എന്നത്രേ. ദൈവത്തിൻ്റെ ന്യായത്തെക്കുറിച്ച് അവന് ലഭിച്ചത് അസാധാരണമായ അനുഭവങ്ങൾ എന്നാണ്. അതാണ് അവൻ അവകാശപ്പെട്ടത്. അവൻ്റെ ഈ ദർശനത്തിലൂടെ അവൻ കണ്ടതായി പറയുന്നത് ഇയ്യോബിൻ്റെ ഈ കഷ്ടമെല്ലാം ഇയ്യോബിൻ്റെ പാപം മൂലമാകുന്നു എന്നത്രേ. ഇനി ബിൽദാദ് ഒരു പാരമ്പര്യവാദിയായിരുന്നു. പണ്ടത്തെ കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞു വരുന്നത്. ഇയ്യോബ് കടന്നു പോകുന്ന കഷ്ടങ്ങളൊക്കെ അവൻ്റെ മക്കളുടെ പാപം കാരണമാകുന്നു എന്ന് ബിൽദാദ് സ്ഥാപിക്കുവാൻ ശ്രമിച്ചു. അവൻ്റെ കണ്ടുപിടുത്തവും ഇയ്യോബ് ഒരു പാപിയാകുന്നു എന്നതായിരുന്നു. ഇനി മൂന്നാമത്തെ സോഫർ, അവൻ തത്വശാസ്ത്രമാണ് പറയുന്നത്.
സോഫർ ദൈവത്തിൽ ഒന്നും വിശ്വസിക്കുന്നവനായിരുന്നു എന്ന് തോന്നുന്നില്ല അവൻ്റെ സംസാരം കേട്ടിട്ട്. അവൻ്റെ വാദം മനുഷ്യൻ കഷ്ടപ്പെടുന്നത് എന്തിനെന്ന് ആർക്കും അറിയില്ല, അത് അറിയുവാൻ ശ്രമിക്കുന്നത് ബുദ്ധിയുടെ ഒരു നല്ല വ്യായാമമാകുന്നു എന്നത്രേ. ഒടുവിൽ അവൻ പറയുന്നതും കഷ്ടങ്ങൾ ഇയ്യോബിൻ്റെ പാപം മൂലമാകുന്നു എന്നത്രേ. മനുഷ്യബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുവാൻ ശ്രമിക്കുന്നതിൻ്റെ മണ്ടത്തരം അത്രേ ഈ മൂവരുടെ കണ്ടുപിടുത്തങ്ങൾ കാണിക്കുന്നത്. പാപങ്ങളൊന്നും കണ്ടെത്തുവാൻ കഴിയാതെ വന്നപ്പോൾ, ഇയ്യോബിൻ്റെ ജീവിതത്തിൽ പാപങ്ങളൊന്നും കണ്ടെത്തുവാൻ കഴിയാതെ വന്നപ്പോൾ അവൻ എന്തെങ്കിലും രഹസ്യ പാപമുണ്ടോ എന്ന് അവർ ചികഞ്ഞു നോക്കുവാൻ ആരംഭിച്ചു. ഇയ്യോബ് അവരെ വിളിച്ചത് തന്നെ വേദനിപ്പിക്കുന്ന സ്നേഹിതന്മാർ എന്നത്രേ. ഇയ്യോബ് തൻ്റെ നിരപരാധിത്വം വീണ്ടും വീണ്ടും പറഞ്ഞു. ദൈവം തന്നോട് ചെയ്യുന്നതിന് ഇയ്യോബ് ദൈവത്തെ ചോദ്യം ചെയ്യുന്ന അവസ്ഥ വരെ എത്തി. അവൻ്റെ സ്നേഹിതന്മാർ അവരുടെ സംസാരം നിർത്തി. ഈ പുസ്തകത്തിൻ്റെ 3-ാമത്തെ രംഗത്തിൽ 4-മതൊരു സുഹൃത്ത് രംഗപ്രവേശനം ചെയ്യുന്നത് നാം കാണുന്നുണ്ട്. ആ സുഹൃത്ത് അവിടെ ഉണ്ടായിരുന്നിരിക്കാം. നേരത്തെ കണ്ടവരെക്കാൾ പ്രായം കുറഞ്ഞ എലീഹു. ഇയ്യോബിൻ്റെ കഷ്ടങ്ങൾക്കുള്ള ഉത്തരം എലീഹുവിൻ്റെ വാദങ്ങളിലും അതിനോടുള്ള ഇയ്യോബിൻ്റെ പ്രതികരണങ്ങളിലും കാണാവുന്നതാണ്. എലീഹു പറഞ്ഞത് ഇയ്യോബ് തൻ്റെ കഷ്ടങ്ങൾക്കുള്ള ഉത്തരത്തിനായി ദൈവത്തിൻ്റെ കാഴ്ചപ്പാടുകളെ കാണേണ്ടതുണ്ട് എന്നത്രേ. അവൻ പറഞ്ഞത്, ഇയ്യോബ്, നിൻ്റെ കഷ്ടങ്ങളുടെ മധ്യത്തിൽ നിൻ്റെ കരങ്ങൾ തുറന്നു വെച്ച് ദൈവം എൻ്റെ കരങ്ങളിൽ വയ്ക്കുവാൻ പോകുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ അത് തെറ്റായ ഒരു ചോദ്യമാകുന്നു. ദൈവത്തോടുള്ള തെറ്റായ മനോഭാവമാകുന്നു അത്. മനുഷ്യൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നുള്ളതായിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ കഷ്ടങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ചിന്തയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നാം ചോദിക്കേണ്ടത് ഇതിൽ നിന്നും എന്താണ് ഞാൻ ദൈവത്തിനായി നൽകുന്നത് എന്നായിരിക്കണം. എന്നെ കേന്ദ്രീകരിച്ചാകരുത്, ദൈവത്തെ കേന്ദ്രീകരിച്ചാകണം. തൻ്റെ 3 സ്നേഹിതന്മാരുടെയും വാദങ്ങളോട് എതിർത്ത് സംസാരിച്ച ഇയ്യോബ് ഈ യൗവനക്കാരൻ എലീഹുവിൻ്റെ വാദങ്ങളോട് എതിർക്കുന്നില്ല. ഇയ്യോബ് ചെയ്യുവാൻ പറഞ്ഞത് അങ്ങനെ തന്നെ അവൻ ചെയ്യുന്നു. അവൻ തലയുയർത്തി നോക്കുമ്പോൾ ചുഴലിക്കാറ്റിൽ ദൈവത്തെ കാണുന്നു. അവനും ദൈവവും സംസാരിക്കുന്നു. ദൈവത്തെ കണ്ട ഇയ്യോബിൻ്റെ പ്രശ്നങ്ങൾ സൂര്യൻ്റെ ചൂടിൽ ഉരുകിപ്പോകുന്ന മഞ്ഞുപോലെ മാറിപ്പോകുന്നു. അതത്രേ ഈ പുസ്തകത്തിൻ്റെ ഒടുവിലത്തെ അധ്യായത്തിൽ നാം ഇന്ന് കാണുന്നത്. പിന്നീട് ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം ഇയ്യോബിൻ്റെ സ്നേഹിതരെ ആദ്യം ശാസിക്കുന്നു, പക്ഷേ ഇയ്യോബ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ദൈവം ഇയ്യോബിന് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി നൽകുന്നതായി നാം കാണുന്നു. ഇയ്യോബിൻ്റെ പുസ്തക പഠനം നാം ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ഈ പഠനം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം, അതായത് ഒടുവിലത്തെ അധ്യായം എടുത്താട്ട് നമുക്ക് ആ ഭാഗം ഒരുമിച്ച് പഠിക്കാം. എത്ര മനോഹരമായ അനുഭവങ്ങളാണ്, ചിന്തകളാണ് ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിച്ചത്. നമുക്ക് ഈ ഒടുവിലത്തെ ക്ലാസ്സും കൂടി ശ്രദ്ധിച്ച് പഠിക്കാം. എടുത്താട്ട് ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ 41-ാം അധ്യായം വരെ പഠിച്ചു കഴിഞ്ഞല്ലോ. 42-ാം അധ്യായം ഈ പുസ്തകത്തിലെ ഒടുവിലത്തെ അധ്യായമാണല്ലോ. ഇന്നത്തെ പഠനത്തോടുകൂടി ഈ പുസ്തക പഠനം അവസാനിക്കുകയാണ്. 42-ാം അധ്യായത്തിൽ നാം ഇയ്യോബിൻ്റെ അനുതാപമാകുന്നു കാണുന്നത്. ഈ പുസ്തകത്തിലുടനീളം ഇയ്യോബിൻ്റെ സ്നേഹിതന്മാർ അവനോട് തൻ്റെ പാപം ഏറ്റുപറഞ്ഞ് ദൈവത്തിൽ നിന്നും ക്ഷമ ചോദിക്കുവാൻ നിർബന്ധിച്ചു. ക്രമേണ ഇയ്യോബ് പാപം ഏറ്റുപറഞ്ഞു. എന്നാൽ ഇയ്യോബിൻ്റെ സ്നേഹിതന്മാർ ചിന്തിച്ചതുപോലുള്ള ഒരു ഏറ്റുപറച്ചിലായിരുന്നില്ല ഇയ്യോബിൻ്റേത്. ഏതെങ്കിലും രഹസ്യ പാപം ചെയ്തു എന്ന് പറഞ്ഞ് ഇയ്യോബ് ക്ഷമ ചോദിച്ചില്ല. പിന്നെയോ ദൈവത്തിൻ്റെ സർവാധിപത്യത്തെയും ന്യായത്തെയും ചോദ്യം ചെയ്തതാണ് ഏറ്റുപറഞ്ഞത്. ഇയ്യോബ് തൻ്റെ മനോഭാവത്തിൽ പശ്ചാത്തപിച്ചു. എന്നിട്ട് ദൈവത്തിൻ്റെ വലിയ ശക്തിയെയും തികഞ്ഞ നീതിയെയും അംഗീകരിച്ചു. ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് സകലവുമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുവാൻ അവൻ എന്തുകൊണ്ട് അനുവദിച്ചു എന്ന് കോപത്തോടെ ചോദിക്കുമ്പോൾ നാം പാപം ചെയ്യുകയാണ്. നാം സമയത്തിൽ ബന്ധിക്കപ്പെട്ടവരാണ്. കഴിഞ്ഞതിനെക്കുറിച്ച് മാത്രമേ നമുക്കറിയൂ. സംഭവിക്കുന്ന ഓരോന്നിൻ്റെയും കാര്യങ്ങൾ നമുക്കറിയില്ല.
എന്നാൽ ആരംഭത്തിൽ തന്നെ അവസാനം അറിയാവുന്നവൻ സകലവും ഭംഗിയായി നിർവഹിക്കുവാൻ മതിയായവനാണ്. അവൻ നിയന്ത്രിക്കുവാൻ നാം സമർപ്പിച്ച് ജീവിക്കുക. അതുകൊണ്ട് സംശയത്തിൻ്റെയും ആശ്രയത്തിൻ്റെയും മധ്യത്തിൽ എന്തെങ്കിലും പലപ്പോഴും നാം സ്വീകരിക്കാറുണ്ട്. ഇന്നും ഉത്തരം കിട്ടാത്ത നിങ്ങളുടെ ചോദ്യവുമായി താങ്കൾ ദൈവത്തിൽ ആശ്രയിക്കുമോ സുഹൃത്തെ? ഒരു ദൈവവേദലിൻ്റെ ജീവിതത്തിൽ അവിടുന്ന് യാതൊന്നും ദോഷത്തിനായി ചെയ്യുകയില്ല എന്ന് എപ്പോഴും ഓർത്തിരിക്കണം. 42-ാം അധ്യായം നിങ്ങൾ എന്നോടൊപ്പം എടുക്കുമെങ്കിൽ അതിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. അതിന് ഇയ്യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല എന്നും ഞാൻ അറിയുന്നു. നിങ്ങൾക്കുള്ള ദൈവം ഈ പറഞ്ഞതുപോലെ ഒരുവനാണോ? അവന് എന്തും ചെയ്യുവാൻ കഴിയുമോ? ദൈവത്തിന് സകലവും കഴിയുമെന്ന് പറയുമ്പോൾ ചിലർ അതിനെ പരിഹസിച്ച് ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്. തനിക്ക് പൊക്കുവാൻ കഴിയാത്ത ഒരു പാറയുണ്ടാക്കുവാൻ ദൈവത്തിന് കഴിയുമോ എന്ന്. പണ്ടാരോ ചോദിച്ച ഒരു ചോദ്യമുണ്ടല്ലോ, നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ഭാര്യയെ അടിക്കുമോ എന്ന്. അതിന് മറുപടിയില്ല. ഉവ് എന്ന് പറഞ്ഞാലും ഇല്ല എന്ന് പറഞ്ഞാലും നിങ്ങൾ പിടിക്കപ്പെടും. ദൈവത്തെ സംബന്ധിച്ച ഈ ചോദ്യത്തിനും യാതൊരു ഉത്തരവുമില്ല. കാരണം ദൈവം മൂഢത്തരമായ യാതൊന്നും ഒരിക്കലും ചെയ്യുന്നില്ല. തൻ്റെ സ്വഭാവത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് അവൻ എല്ലായ്പ്പോഴും ചെയ്യുന്നത്. അവൻ എപ്പോഴും തന്നോട് തന്നെ സത്യമാണ്. അതുകൊണ്ട് ദൈവത്തിന് ചെയ്യുവാൻ കഴിയാത്തത് എന്തെങ്കിലും ചെയ്യുവാൻ ദൈവത്തോട് നിങ്ങൾക്ക് പറയുവാൻ കഴിയുകയില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? അത് പറയാവുന്ന ഒരു സ്ഥാനത്തല്ല നിങ്ങൾ. നമ്മുടെ ആജ്ഞാനുവർത്തി അല്ല ദൈവം. അനേകരും ചിന്തിക്കുന്നത് തങ്ങൾ പറയുമ്പോൾ അനുസരിക്കുവാനായി ദൈവം ഓച്ചാനിച്ചങ്ങ് നിൽക്കുകയാകുന്നു എന്നത്രേ. പലരും ചിന്തിക്കുന്നതാ. എത്ര വലിയ മണ്ടത്തരമില്ലേ. 3-ാം വാക്യം നോക്കിക്കാട്ടെ. അറിവ് കൂടാതെ ആലോചനയെ മറിച്ച് കളയുന്നൊരുവനാർ. അങ്ങനെ എനിക്കറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. തനിക്ക് യാതൊരു അറിവുമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് താൻ സംസാരിക്കുകയായിരുന്നു എന്ന് ഇയ്യോബ് സമ്മതിക്കുന്നു. നമുക്ക് പലർക്കും പറ്റുന്ന വലിയ അമളിയാണിത്, ഇല്ലേ? 4 മുതലുള്ള വാക്യങ്ങൾ. കേൾക്കണമേ, ഞാൻ സംസാരിക്കും. ഞാൻ നിന്നോട് ചോദിക്കും, എന്നെ ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. ഇപ്പോൾ ഇയ്യോബിന് ദൈവത്തെക്കുറിച്ച് പുതിയ ഒരു അറിവുണ്ട്. ദൈവം ചെയ്യുന്ന എന്തിലെങ്കിലും അവനെ ചോദ്യം ചെയ്യുന്ന ഒരു മനോഭാവമല്ല ഇയ്യോബിനിപ്പോൾ. അവൻ ദൈവത്തെ ആശ്രയിക്കുകയാണ്. അവനൊരു പുതിയ ബന്ധത്തിലാണിപ്പോൾ. ഒന്നാമതായി ഇയ്യോബ് താൻ ആയിരുന്നതുപോലെ തന്നെ കണ്ടു. അവനോട് തന്നെ പുതിയൊരു ബന്ധത്തിൽ എത്തിച്ചേർന്നു. സ്വയം ഒരു പുതിയ ബന്ധത്തിൽ എത്തിച്ചേർന്നു. അവനെ തന്നെ നിസാരൻ എന്ന് കണ്ടു. അവനെ തന്നെ വെറുത്തു. ഇപ്പോൾ അവനെ തന്നെ ദൈവവുമായുള്ള പുതിയൊരു ബന്ധത്തിൽ കാണുന്നു. അവൻ പൊടിയിലും ചാരത്തിലും കിടന്നു അനുതപിക്കുന്നു. യഥാർത്ഥ അനുതാപത്തിൻ്റെ പടികൾ ഇതാണ്. വിശ്വാസത്താലുള്ള അനുതാപം. ഒന്നാമത് നിങ്ങളെ തന്നെ നിസാരമായി കാണണം. രണ്ടാമതായി നിങ്ങളെ തന്നെ വെറുക്കണം. ഇയ്യോബ് ദൈവത്തിൻ്റെ സർവാധിപത്യം മനസ്സിലാക്കുന്നു. അവൻ്റെ പാപം ഏറ്റുപറഞ്ഞ് അനുതപിക്കുന്നു. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തെടുക്കുവാൻ ആഗ്രഹിച്ചത് അവൻ നിവർത്തിക്കുന്നു. താൻ കഷ്ടത്തിലൂടെ കടന്നു പോകുവാൻ ദൈവം അവനെ അനുവദിച്ചു. താൻ അനുദപിക്കേണ്ടതിനാകുന്നു എന്ന് ഇയ്യോബ് ഇപ്പോൾ മനസ്സിലാക്കുന്നു. അതാണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. നമ്മിൽ പലർക്കും പറ്റുന്ന അമളിയും അത് തന്നെയാണ്. ദൈവ സാന്നിധ്യത്തിൻ്റെ വെളിച്ചത്തിൽ ഇയ്യോബ് തന്നെ കാണുന്നു. അതാണ് അവന് ജീവിതത്തിലുണ്ടാകുന്നതായിട്ടുള്ള വലിയ വിജയം. ഈ ലോകം ചില കാരണവും ഫലവും എന്ന ഒരു പ്രമാണത്തിലാണ് ഓടുന്നത് എന്ന് തോന്നും. എന്നാൽ ചില ഫലങ്ങളുണ്ട്, അവയ്ക്ക് വ്യക്തമായൊരു കാരണം കാണുവാൻ നമുക്ക് സാധിക്കില്ല. ചില കാരണങ്ങളുണ്ട്, എന്നാൽ നാം അത് പ്രതീക്ഷിക്കുന്ന ഫലത്തിലേക്ക് നയിക്കുകയില്ല. ഇയ്യോബിൻ്റെ ധനവും കുടുംബവും ഒക്കെ അവന് വളരെയധികം സന്തോഷമുള്ളൊരു ജീവിതം അവന് നൽകുമെന്ന് നാം പ്രതീക്ഷിക്കും. ഒരു സമയത്തേക്ക് അങ്ങനെ സംഭവിക്കുകയുമുണ്ടായി. എന്നാൽ അവനുണ്ടായ നഷ്ടവും വേദനയും നമ്മെ ഞെട്ടിക്കുന്നതായിരുന്നു, ഇല്ലേ? ഈ പുസ്തകത്തിൻ്റെ ആദ്യത്തെ 2 അധ്യായങ്ങളിലെ സംഭവം നമുക്ക് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. ദൈവം തന്നെ നല്ലവനെന്നും നീതിമാനെന്നും സാക്ഷിച്ചവൻ ഇന്ന് പ്രശ്നത്തിലൂടെ കടന്നു പോകുകയോ? അതെ, ഇയ്യോബിന് പോലും ചിലതൊക്കെ പഠിക്കുവാനുണ്ടായിരുന്നു. നാമും അവനോടൊപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. തൽക്ഷണത്തിൻ്റെ ഈ യുഗത്തിൽ ക്ഷമിക്കുവാനുള്ള നമ്മുടെ കഴിവ് കൈമോശം വന്നിരിക്കുകയാണല്ലോ.
എല്ലാം ഉടനടി വേണം. ഒരു സ്വിച്ച് അമർത്തുമ്പോൾ എല്ലാം മുൻപിൽ വരുന്ന ജ്വാലവിദ്യ. ക്ഷമ പോലും തൽക്ഷണം പഠിക്കുവാനാണ് നമ്മുടെ ശ്രമം. നമ്മുടെ ധൃതിയിൽ വിപരീതമായിട്ടുള്ളത് നാം മറന്നുപോകുന്നു. നമുക്ക് ആവശ്യമായതിൻ്റെ ഒന്നാമത്തെ ലിസ്റ്റ് വേദനയിൽ നിന്നുള്ള വിടുതലാണ്. പല്ലുവേദന മുതൽ ഹൃദയവേദന വരെയുള്ള സകലത്തിനും തൽക്ഷണം വിടുതൽ വേണം എന്നാണ് നാം ആഗ്രഹിക്കുന്നത്. അതിനായി പരിശ്രമിക്കുന്നു. ചില വേദനകൾ ഭേദമാക്കപ്പെട്ടു എങ്കിൽ തന്നെ നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ അനേകം ആളുകളും കഷ്ടപ്പെടുകയാണ്. താൻ കടന്നുപോയ മാനസികവും ശാരീരികവുമായ വേദനകൾക്ക് ഇയ്യോബ് ഉടനടി ഉത്തരം അല്ല പ്രതീക്ഷിച്ചത്. അതെ, എന്നാൽ അവൻ ഒടുവിൽ ആകെ തകർന്നതിന് കാരണം, അതായത് അവൻ്റെ ക്ഷമ മുഴുവൻ കെട്ടതിന് കാരണം കഷ്ടപ്പാടല്ല, പിന്നെയോ താൻ എന്തിന് കഷ്ടപ്പെടുന്നു എന്നറിയുവാൻ കഴിയാത്ത സാഹചര്യം കൊണ്ടാണ്. തൻ്റെ വേദനകൾ പറഞ്ഞപ്പോൾ ഇയ്യോബിൻ്റെ സ്നേഹിതന്മാർ ഉടൻ ഉത്തരവുമായി അവിടെ ഉണ്ടായിരുന്നു. അവരുടെ മുൻവിധി കാരണം അവർ ഇയ്യോബിൻ്റെ രഹസ്യ പാപം വെളിയിൽ കൊണ്ടുവരുവാനുള്ള തത്രപ്പാടിലായിരുന്നു. അതിനുവേണ്ടി എല്ലാ വശത്തു നിന്നും അവർ അവൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തി ഞെക്കിപ്പിഴിയുകയാണ്. സ്നേഹിതന്മാർ ആരോപിക്കുന്ന കുറ്റം ഒന്നും ഇയ്യോബിൻ്റെ മേൽ ഇല്ലാതിരുന്നതിനാൽ അവൻ ദൈവത്തെ കുറ്റപ്പെടുത്തുവാൻ തുടങ്ങി. അത് കൂടുതൽ പ്രശ്നമായി. ഏതായാലും ഒടുവിൽ ഇയ്യോബ് ലക്ഷ്യം കാണുന്നു. എന്നാൽ അത് ദൈവം അവനോട് സംസാരിക്കുവാൻ തുടങ്ങിയതിന് ശേഷം മാത്രമാണ്. അവൻ്റെ അനുതാപമില്ലാത്ത ഹൃദയം അവന് വിനയായി എന്ന് ഇയ്യോബ് മനസ്സിലാക്കി. അവൻ്റെ ജീവിതത്തിലെ സ്വയനീതീകരണം അഹങ്കാരം വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. ഏതായാലും ഒടുവിൽ ഇയ്യോബ് പറയുകയാണ് താൻ വെറും നിസാരനാകുന്നു എന്ന്. അതുമാത്രമല്ല, അവൻ അവനെ തന്നെ വെറുത്തു. അത് അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ പടികളായി. ദൈവം സകലതും ഇയ്യോബിന് മടക്കി കൊടുക്കുന്നു. നാം വലിയ മാരകമായി ചിന്തിക്കാത്ത പാപം ഒരു ദൈവപൈതലിൽ ദൈവം എങ്ങനെ കാണുന്നു എന്നാണ് ഈ ഭാഗത്ത് വ്യക്തമാക്കുന്നത്. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. ഒരിക്കലും കഷ്ടതയെ പാഴാക്കരുത്, പ്രയോജനപ്പെടുത്തണം. ഒരു ദൈവപൈതൽ ദൈവത്തിൻ്റെ പ്രത്യേക ഉദ്ദേശത്തോടു കൂടെ മാത്രമേ കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകൂ സുഹൃത്തെ. അങ്ങനെ കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വരുമ്പോൾ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട 6 ചോദ്യങ്ങളും അതിൻ്റെ ഓരോന്നിൻ്റെയും ഉത്തരം ഉവ്വ് എന്നാണെങ്കിൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കണം എന്നും ആകുന്നു ഞാൻ ഇനിയും പറയുവാൻ പോകുന്നത്. പറയട്ടെ, കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വരുമ്പോൾ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട 6 ചോദ്യങ്ങളും അതിൻ്റെ ഓരോന്നിൻ്റെയും ഉത്തരം ഉവ്വ് എന്നാകുന്നുവെങ്കിൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കണം എന്നുമാകുന്നു ഞാൻ ഇനിയും പറയുവാൻ പോകുന്നു. ഒന്നാമതായി ചോദിക്കേണ്ട ചോദ്യം, ഞാനിപ്പോൾ കടന്നു പോകുന്ന കഷ്ടം എൻ്റെ പാപത്തിനായി ദൈവം എന്നെ ശിക്ഷിക്കുന്നതാണോ? മറുപടി അതെ എന്നാകുന്നുവെങ്കിൽ അറിയാവുന്ന പാപം ഏറ്റുപറഞ്ഞ് ദൈവത്തോട് ക്ഷമ ചോദിക്കുക. 2, ഒരു വിശ്വാസിയായി ജീവിക്കുവാനുള്ള എൻ്റെ പരിശ്രമത്തെ തകിടം മറിക്കുവാൻ സാത്താൻ എന്നെ ആക്രമിക്കുന്നതാണോ? അങ്ങനെയെങ്കിൽ ശക്തിക്കായി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. 3, കഷ്ടം സഹിക്കുന്നവരോട് മനസ്സലിവ് കാണിക്കുന്നതിനായി എന്നെ ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്കായി ഒരുക്കുകയാണോ? ആകുന്നുവെങ്കിൽ സ്വയസഹതാപത്തെ എതിർക്കുക. കഷ്ടം സഹിക്കുന്നവരെ കണ്ടെത്തുവാനും അവരെ ശുശ്രൂഷിക്കുവാനുമുള്ള അവസരം ഒരുക്കിത്തരുവാൻ ദൈവത്തോട് അപേക്ഷിക്കുക. 4, പരിശോധനയ്ക്കായി എന്നെ പ്രത്യേകം വേർതിരിച്ചതാണോ? അങ്ങനെയാകുന്നുവെങ്കിൽ വിശ്വാസികളുടെ കൂട്ടത്തിൽ നിന്നുള്ള സഹായം അംഗീകരിക്കുക. തൻ്റെ ഉദ്ദേശം നമ്മിലൂടെ നിറവേറുവാനായി ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക. 5, ഞാൻ നേരിട്ട് ഉത്തരവാദി അല്ലാത്ത സ്വാഭാവിക കാരണങ്ങളാലാണോ ഞാൻ കഷ്ടപ്പെടുന്നത്? എങ്കിൽ ഈ ലോകത്തിൽ ഇതുപോലുള്ള കഷ്ടങ്ങൾ വരുമെന്നറിയുകയും ദൈവത്തിൻ്റെ വാഗ്ദത്തം എപ്പോഴും ഉണ്ട് എന്നോർക്കുകയും ചെയ്യുക. അവിടുന്ന് ദോഷത്തിനായിട്ടൊന്നും തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അനുവദിക്കുന്നില്ല. 6 ചോദ്യം, എൻ്റെ കഷ്ടപ്പാടുകൾ എന്തെങ്കിലും അജ്ഞാതമായ കാരണങ്ങളാലാണോ? എങ്കിൽ വേദനയാൽ തന്നിൽ തന്നെ ചുരുങ്ങരുത്. ദൈവത്തിലുള്ള നിങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിക്കുക.
അവിടുന്ന് നിങ്ങൾക്കായി കരുതുന്നു എന്ന് മറക്കരുത്. ക്ഷമയോടെ കാത്തിരിക്കുക, അവനിൽ പൂർണ്ണമായി ആശ്രയിക്കുക. ഒടുവിൽ ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാരുമായി ഒരു പുതിയ ബന്ധത്തിൽ എത്തിച്ചേരുന്നതായി നാം കാണുന്നു. 7 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്ന 42-7 മുതൽ യഹോവ ഈ വചനങ്ങളെ ഇയ്യോബിനോട് അരുളി ചെയ്ത ശേഷം യഹോവ തേമാന്യനായ എലീഫസിനോട് അരുളി ചെയ്തത്, നിന്നോടും നിന്റെ 2 സ്നേഹിതന്മാരോടും എനിക്ക് കോപം ജ്വലിച്ചിരിക്കുന്നു. എൻ്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ല. ആകയാൽ നിങ്ങൾ 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് വേണ്ടി ഹോമയാഗം കഴിപ്പീൻ. എൻ്റെ ദാസനായ ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ അവൻ്റെ മുഖം ആദരിച്ച് നിങ്ങളുടെ മൂഢതയ്ക്ക് തക്കവണ്ണം നിങ്ങളോട് ചെയ്യാതിരിക്കും. എൻ്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ല. അങ്ങനെ തേമാന്യനായ എലീഫസും ശൂഹ്യനായ ബിൽദാദും നയമത്യനായ സോഫറും ചെന്ന് യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. യഹോവ ഇയ്യോബിൻ്റെ മുഖത്തെ ആദരിച്ചു. ഇയ്യോബിൻ്റെ സ്നേഹിതന്മാർ തെറ്റായിരുന്നു എന്ന് ദൈവം വ്യക്തമാക്കുന്നു. ഏതെങ്കിലും ഒരു പ്രത്യേക പാപം ദൈവം എടുത്തു പറയുന്നില്ല എന്ന വസ്തുത തെളിയിക്കുന്നത് ഇയ്യോബ് ഭക്തിയോടും അനുസരണത്തോടും നടന്നു എന്നുള്ള അവൻ്റെ അവകാശവാദത്തെ ദൈവം സ്ഥിരീകരിക്കുകയാണ്. ഇയ്യോബിൻ്റെ ജീവിതത്തിലെ ഏതോ വലിയ പാപം കാരണമാകുന്നു ഇയ്യോബ് ഈ കഷ്ടങ്ങളിലൂടെ പോകേണ്ടി വന്നത് എന്നുള്ള അവൻ്റെ സ്നേഹിതരുടെ കണക്കുകൂട്ടലുകൾ തെറ്റായിരുന്നു എന്ന് ദൈവം ഈ സ്നേഹിതരോട് പറയുന്നു. ദൈവം ഇയ്യോബിനോട് ചെയ്യുന്നത് എന്തെന്നറിയാതെ അവർ ഇയ്യോബിനെ വിധിക്കുകയായിരുന്നു. മറ്റൊരാളെ വിധിക്കുന്നതിൽ നാം വളരെ സൂക്ഷിക്കണം. ഒരുപക്ഷെ നമുക്ക് ഊഹിക്കുവാൻ പോലും കഴിയുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഏതോ കാര്യത്തിനായി ദൈവം പ്രവർത്തിക്കുകയായിരിക്കും ആ വ്യക്തിയുടെ ജീവിതത്തിലൂടെ. തൻ്റെ സ്നേഹിതർക്കെതിരായി പോരാടുന്നതിന് പകരം ഇയ്യോബ് ഇപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. ഇയ്യോബ് അവർക്ക് വേണ്ടി ഒരു യാഗം കഴിക്കുവാൻ പോകുകയാണ്. നാം ഇന്ന് മതത്തെക്കുറിച്ച് പറഞ്ഞ് സഭയെക്കുറിച്ച് പറഞ്ഞ് വഴക്കുണ്ടാക്കുക അല്ല വേണ്ടത്. ഇന്നത്തെ അടി മുഴുവൻ മതത്തിൻ്റെ പേരിലാണല്ലോ, ഭക്തിയുടെ പേര് പറഞ്ഞ്, ദൈവത്തിൻ്റെ പേര് പറഞ്ഞ്. ഈ കാര്യത്തിൽ നാം ചെയ്യേണ്ടത് എന്താണ്? പൗലോസ് എഴുതി, സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മികരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. ഇയ്യോബിന് ഇപ്പോൾ തന്നോട് തന്നെയും ദൈവത്തോടും തൻ്റെ സ്നേഹിതരോടും ഒരു പുതിയ ബന്ധമുണ്ടായി. നാം ചെയ്തിട്ടില്ലാത്ത കാര്യം ചെയ്തു എന്നാരോപിച്ച ഒരു വ്യക്തിയോട് ക്ഷമിക്കുകയും ആ ആളിനായും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് എളുപ്പമല്ല. എന്നാൽ ഇയ്യോബ് ചെയ്തത് അതാണ്. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നത് എത്ര അത്ഭുതകരമായ കാര്യങ്ങളായിരിക്കുമെന്ന് ഇയ്യോബിൻ്റെ ജീവിതത്തിൽ നിന്നും മനസ്സിലാക്കുക. 42-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. എങ്ങനെയാണ് ദൈവം ഇയ്യോബിന് സകലതും ഇരട്ടിയായി കൊടുത്തത്? അവൻ മാനുഷികമായ മാർഗത്തിലൂടെ അത് ചെയ്തു. 11-ാം വാക്യത്തിൽ അവൻ്റെ സകല സഹോദരന്മാരും സഹോദരിമാരും മുമ്പേ അവന് പരിചയമുള്ളവരൊക്കെയും അവൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ വീട്ടിൽ അവനോടുകൂടെ ഭക്ഷണം കഴിച്ചു. യഹോവ അവൻ്റെ മേൽ വരുത്തിയിരുന്ന സകല അനർത്ഥത്തെയും കുറിച്ച് അവർ അവനോട് സഹതാപം കാണിച്ച് അവനെ ആശ്വസിപ്പിച്ചു. ഓരോരുത്തനും അവൻ ഓരോ പൊൻനാണ്യവും ഓരോ പൊൻമോതിരവും കൊടുത്തു. ഈ വിധത്തിലാണ് അവൻ ആരംഭിച്ചത്. അവനൊരു പുതിയ ആരംഭം കുറിക്കുന്നത് അവൻ്റെ സ്നേഹിതന്മാർ കണ്ടു. ഇയ്യോബ് ഒരു നല്ല ബിസിനസ്സുകാരൻ തന്നെയായിരുന്നില്ലേ? ഇയ്യോബിന് ആരംഭത്തിലുണ്ടായിരുന്നവയുടെ നേരെ ഇരട്ടി ദൈവം വീണ്ടും അവന് നൽകിയെന്ന്. ഇവിടെ ഞാനൊരു ചോദ്യം ചോദിച്ചു കൊള്ളട്ടെ. ഇയ്യോബിന് തൻ്റെ പഴയ അനുഗ്രഹങ്ങൾ ദൈവം തിരികെ കൊടുത്തില്ലായിരുന്നെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ ദൂത് മാറുമായിരുന്നോ? വേറെ എന്തെങ്കിലും ആയിരുന്നേനേമോ? ഒരിക്കലുമില്ല. ദൈവം അപ്പോഴും പരമാധികാരി തന്നെയാണ്. കർത്താവായ യേശു പറഞ്ഞു, ദൈവരാജ്യത്തിനായി എന്തെങ്കിലും ത്യജിക്കുന്നവന് ദൈവം എല്ലാം തിരികെ കൊടുക്കുമെന്ന്. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 29-30 വാക്യങ്ങളിൽ. നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്നത് ഇയ്യോബിനെ പോലെയോ അല്ലാതെയോ ആകാം. അവൻ്റെ കാര്യത്തിൽ ആത്മീയവും ഭൗതികവുമായ ഒരു യഥാസ്ഥാനപ്പെടുത്തലാണല്ലോ നാം കാണുന്നത്. നമ്മുടെ മൊത്തത്തിലുള്ള യഥാസ്ഥാനപ്പെടൽ ഈ ആയുസ്സിൽ പോലും ആകണമെന്നില്ല. എന്നാൽ അത് സംഭവിക്കും എന്നത് തീർച്ചയാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. അവിടുന്ന് നീതിമാനാണ്. അന്യായമായി നമ്മിൽ നിന്നും നഷ്ടപ്പെട്ടതിനെ മാത്രമല്ല, അനേകം മടങ്ങ് തിരികെ തരുവാൻ അവന് കഴിയും. പ്രത്യേകിച്ച് അവനെ ശുശ്രൂഷിക്കുവാനുള്ള അവസരങ്ങൾ ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കും. ദൈവനാമ മഹത്വത്തിനായി നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളാണ് ഈ ആയുസ്സിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് മറക്കരുത്.
ഞാൻ വീണ്ടും പറയട്ടെ, ദൈവനാമ മഹത്വത്തിനായി നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളാണ് നമ്മുടെ ഈ ആയുസ്സിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് നാം ഓർക്കണം. 12-13 വാക്യങ്ങളിൽ ഇങ്ങനെ യഹോവ ഇയ്യോബിൻ്റെ പിൻകാലത്തെ അവൻ്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. അവന് 14,000 ആടും 6,000 ഒട്ടകവും 1,000 കാളയും 1,000 പെൺകഴുതിയും ഉണ്ടായി. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായി. അവൻ്റെ സമ്പത്തെല്ലാം ഇരട്ടിയായി നൽകി. എന്നാൽ ഇവിടെ വായിക്കുന്നത് അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായി എന്നത്രേ. അതെന്താ ദൈവം മക്കളും ഇരട്ടിയാക്കി കൊടുക്കാഞ്ഞത് എന്നാരെങ്കിലും ചോദിച്ചെന്ന് വന്നേക്കാം. അതെ, അവന് അതും ഇരട്ടിയായി കൊടുത്തു. തൻ്റെ മരിച്ചുപോയ മക്കൾ അവന് നഷ്ടപ്പെട്ടിട്ടില്ല. അവർ അപ്പോഴും അവൻ്റേതായിരുന്നു. അവൻ അവരോടൊപ്പം പോകുവാനിരിക്കുന്നതേ ഉള്ളായിരുന്നു. ഇപ്പോൾ അവൻ അവരോടുകൂടെ ആകുന്നു. അതെ, മരണത്താൽ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുന്നില്ല എന്ന വലിയ പാഠം. 14-15 വാക്യങ്ങൾ. മൂത്തവൾക്ക് അവൻ യമീമ എന്നും രണ്ടാമത്തവൾക്ക് കസിയ എന്നും മൂന്നാമത്തവൾക്ക് കെരൻ ഹപ്പുക്ക് എന്നും പേർ വിളിച്ചു. ഇയ്യോബിൻ്റെ പുത്രിമാരെ പോലെ സൗന്ദര്യമുള്ള സ്ത്രീകൾ ദേശത്തെങ്ങും ഉണ്ടായിരുന്നില്ല. അവരുടെ അപ്പൻ അവരുടെ സഹോദരന്മാരോടുകൂടി അവർക്ക് അവകാശം കൊടുത്തു. നോക്കണേ, ദൈവം ഇയ്യോബിന് നൽകുന്ന അനുഗ്രഹങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒടുവിലത്തെ 2 വാക്യങ്ങൾ കൂടി. അതിൻ്റെ ശേഷം ഇയ്യോബ് 140 സംവത്സരം ജീവിച്ചിരുന്നു. അവൻ മക്കളെയും മക്കളുടെ മക്കളെയും 4 തലമുറയോളം കണ്ടു. അങ്ങനെ ഇയ്യോബ് വൃദ്ധനും കാലസമ്പൂർണനുമായി മരിച്ചു. അതിനുശേഷം ഇയ്യോബ് 140 വർഷം കൂടി ജീവിച്ചിരുന്നു എന്ന് നാം വായിക്കുന്നു. ഇത് അവനെ പിതാക്കന്മാരുടെ കാലത്തെ വ്യക്തിയാക്കുന്നു. അബ്രഹാമും ഇസഹാക്കും യാക്കോബും ഒക്കെ ഇതുപോലെ പ്രായം ചെന്നിട്ടാണല്ലോ മരിച്ചത്. അതുകൊണ്ടാണ് ഇയ്യോബും ആ കാലത്ത് ജീവിച്ചിരുന്ന വ്യക്തി ആയിരിക്കും എന്ന് ചിന്തിക്കുന്നത്. ഇയ്യോബിൻ്റെ ജീവിതം എത്ര വലിയൊരു വെല്ലുവിളിയില്ലേ. ജീവിതത്തിലെല്ലാം പ്രതികൂലമാകുന്ന സാഹചര്യത്തിൽ പോലും ദൈവം നമ്മുടെ ജീവിതത്തിലെ സകലത്തെയും നിയന്ത്രിക്കുന്നവനാകുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുവാൻ സാധിക്കുന്നതാണ് ജീവിതത്തിലെ അനുഗ്രഹം. സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ഉറപ്പും അതിൽ നിന്നുണ്ടാകുന്ന ദൈവാശ്രയവുമാകുന്നു നമുക്ക് ആവശ്യം. യോബിൻ്റെ പുസ്തക പഠനം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നുവല്ലോ. നിങ്ങളുടെ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടായ സംശയങ്ങളും പ്രാർത്ഥനയ്ക്കുള്ള വിഷയങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ മറക്കരുത്. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. പുതിയൊരു വിഷയവുമായി പുതിയൊരു പുസ്തകവുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരെ ദൈവം നിങ്ങളോടുകൂടി ഇരിക്കട്ടെ.